ഈ റമദാനിൽ നിങ്ങൾക്ക് പല ഇഫ്താർ പ്ലാൻസ് ഉണ്ടായിരിക്കും. അത് ഏറ്റവും സ്പെഷ്യൽ ആവണമെങ്കിൽ ലല്ലുമാസ് റെസ്റ്റോറൻറ്റ് നൽകുന്ന ഈ ഒരു അൺലിമിറ്റഡ് ഇഫ്താർ ബുഫെ ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഈ ഒരു അൺലിമിറ്റഡ് ബുഫയിൽ ഇതാ നോമ്പ് തുറക്കാനായിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, 2 ടൈപ്പ് വെറൈറ്റി ജ്യൂസസ് ഉണ്ട്, 4 സ്നാക്സും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ 2 വെറൈറ്റി ടൈപ്പ് സാലാഡ്സും ഉണ്ട്. ഇനിയാണ് ഈ ഇഫ്താർ ബുഫയുടെ ട്രഡീഷണൽ സ്പെഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തരിക്കഞ്ഞൊന്നും ഇല്ലാത്തൊരു ഇഫ്താർ നമുക്ക് സങ്കല്പിക്കാൻ തന്നെ സാധിക്കില്ല. അതിൻ്റെ ഒരു 1.5 വേർഷനാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ മസാല കഞ്ഞിയുണ്ട്, അലീസയുണ്ട്. ഇനി ഇതാ റമദാൻ്റെ സ്പെഷ്യലാണ്. ഇത് ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു സ്പെഷ്യൽ വെജ് കറി ഉണ്ട്. ബിരിയാണിയിലേക്ക് വന്നത് ലല്ലുമാസ് ചിക്കൻ ബിരിയാണി ഉണ്ട്, കാലിക്കറ്റ് ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ ഇതാ ബീഫ് സ്പെഷ്യൽ കറിയുണ്ട്, ചിക്കൻ സ്പെഷ്യൽ കറിയുണ്ട്. അതുകൂടാതെ തന്നെ ഇതാ പാൽക്കപ്പയുടെ ഒരു 1.5 വേർഷനും ഉണ്ട്, നാടൻ ചിക്കൻ ഫ്രൈ. ഇനി ബ്രെഡ്സിൻ്റെ ഐറ്റംസിലേക്ക് വരുമ്പോൾ നൈസ് പത്രി അടക്കം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഈ ഒരു ലൈവ് കൗണ്ടറിലേക്ക് വന്നാൽ നല്ല ഫ്രഷ് ആയിട്ട് അപ്പവും കൂടി കഴിക്കാം. അപ്പോൾ ഇത്രയും വിഭവങ്ങളൊക്കെ അടങ്ങുന്ന ഈ ഒരു അൺലിമിറ്റഡ് ഇഫ്താർ ബുഫേക്ക് ചാർജ് വരുന്നത് 49 ദിറംസ് ആണ്. 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. ഇനി 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് പകുതി ചാർജേ വരുന്നുള്ളൂ. ഈ ഒരു ഇഫ്താർ ബുഫേക്ക് പുറമെ സ്നാക്സിൻ്റെ ഒരു കലവറ തന്നെയുണ്ട് ഇവിടെ. തലശ്ശേരി സ്പെഷ്യൽ സ്നാക്സ്, കോഴിക്കോടൻ കിടിലൻ സ്നാക്സ്, അങ്ങനെ മലബാറിൻ്റെ ഒരു രുചി തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു അൺലിമിറ്റഡ് ഇഫ്താർ ബുഫേ ആസ്വദിക്കാനായിട്ട് കാരാമേലെ ലല്ലുമാസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി. നിങ്ങൾ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇഫ്താറിന് അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ് ഇവർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ആക്കേണ്ട, പ്രീ ബുക്കിങ്ങിനോ റമദാൻ ഓർഡേഴ്സിനോ ആയിട്ട് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. ഈ ഒരു ഇഫ്താർ ബുഫേ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ മറ്റെവിടെ വെച്ചൊക്കെ നടക്കുന്ന ഇഫ്താർ ഇവൻറ്റുകളുടെ A to Z കാര്യങ്ങളും ഇവർ ചെയ്തു തരും. പിന്നെ കറാമയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിങ്ങിൻ്റെ അവൈലബിലിറ്റിയാണ്. പക്ഷേ ഈ ലല്ലുമാസ് റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന സ്ഥലത്ത് പാർക്കിംഗ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കറാമയിൽ എമിറേറ്റ് സ്പോർട്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്.